നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിനെയാണ് ശിക്ഷിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് അറസ്റ്റിൽ. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 2200 രൂപ കുറഞ്ഞ് 1,07,040 രൂപയായി. ഗ്രാമിന് 275 രൂപയുടെ കുറവ്. വിശദമായ വാർത്തകളിലേക്ക്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിനെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PM വിനോദ് ശിക്ഷിച്ചത്. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിന് ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാർ ആശുപത്രിയിൽ ജോലിക്കിടെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ജീവപര്യന്തവും വധശ്രമത്തിന് 307-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും 326-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും ശിക്ഷ അനുഭവിക്കണം. ആശുപത്രിയിൽ അതിക്രമം കാട്ടിയതിന് 5 വർഷം ശിക്ഷ ലഭിക്കും. IPC 323, 324, 332, 333 വകുപ്പ് ഉൾപ്പെടെ 30 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കൂ എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. നിയമത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധി ഇതായിരിക്കുമെന്ന് വന്ദനയുടെ അമ്മ വസന്തകുമാരി പറഞ്ഞു. പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. വധശിക്ഷ നൽകണം. അതിനേക്കാളുപരി മകൾ അനുഭവിച്ച വേദന പ്രതിയും അറിയണമെന്നും വസന്തകുമാരി പറഞ്ഞു. 2023 മെയ് 10-ന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ചികിത്സയ്ക്കായി പൂയപ്പള്ളി പോലീസ് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപ് അക്രമാസക്തനായി ആശുപത്രിയിലെ സർജിക്കൽ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സന്ദീപിന്റെ ആക്രമണത്തിൽ ഹോംഗാർഡ് Y അലക്സുകുട്ടി, പോലീസ് ഓഫീസർ മണിലാൽ, ആംബുലൻസ് ഡ്രൈവർ രാജേഷ്, അയൽവാസികളായ രാജേന്ദ്രൻ പിള്ള, ബിനു എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കഴിഞ്ഞയാഴ്ച പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായിരുന്നു. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസെന്ന നിലയിൽ ഏറെ പൊതുജന ശ്രദ്ധയാകർഷിച്ച കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ സാക്ഷികളായി വിസ്തരിച്ചു. അക്രമം നടക്കുമ്പോൾ ഡോക്ടർ വന്ദനാദാസിനോടൊപ്പം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനായിരുന്നു 1-ാം സാക്ഷി. 70-ലേറെ സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 207 രേഖകൾ ഹാജരാക്കി. വിചാരണയ്ക്കിടെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ ഹാജരാക്കിയ കേസുമാണിത്. വൈദ്യശാസ്ത്ര രംഗത്തെ വിവിധ മേഖലകളിലെ 35 ഡോക്ടർമാരെയാണ് കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. കൂടാതെ കൃത്യത്തിന് തൊട്ടു മുമ്പ് പ്രതി സ്വന്തം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതാപ് ജി പടിക്കലായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, മഹേശ്വർ, ഹരീഷ് കാട്ടൂർ, നീരജ ഷാജി എന്നിവരും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. റൂറൽ SP ML സുനിലിന്റെ മേൽനോട്ടത്തിൽ DYSP MM ജോസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. സ്വർണ്ണാഭരണങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് ഭാര്യയെ ക്രൂരമായി ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ ആയിരനെല്ലൂർ കല്യാണിമുക്കിന് സമീപം നന്ദനം വീട്ടിൽ നന്ദകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെയും മകന്റെയും പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുത്തു നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. വീട്ടിലെ ഹാളിൽ പ്രതി
നന്ദകുമാർ ഭാര്യയുടെ കഴുത്തിന് കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും നിലത്ത് തള്ളിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടുമുറ്റത്തെത്തിയ യുവതി അമ്മയെ ഫോണിൽ വിളിച്ച് വിവരം പറയുന്നതിനിടെ ചൂരൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് നന്ദകുമാർ ഭാര്യയുടെ നെഞ്ചിൽ വെട്ടുകയായിരുന്നു. ഇളയ മകനും അക്രമത്തിൽ പരിക്കേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതിക്കെതിരെ വധശ്രമം, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 2200 രൂപയാണ് കുറഞ്ഞത്. ഫെബ്രുവരി 2-ന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വിലയാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 275 രൂപ താഴ്ന്ന് 13380 രൂപയായി. സ്വർണ്ണവിലയിൽ കനത്ത തകർച്ചയാണ് ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ പവൻ വില ഒറ്റയടിക്ക് 2200 രൂപ കുറഞ്ഞ് 1,07,040 രൂപയിലെത്തി. ഫെബ്രുവരി 2-ന് ശേഷം കുറിക്കുന്ന ഏറ്റവും താഴ്ന്ന വിലയാണിത്. ഗ്രാമിന് 275 രൂപ താഴ്ന്ന 13,380 രൂപയായി. ജനുവരി 29-ന് കുറിച്ച 1,31,160 രൂപയാണ് കേരളത്തിൽ പവന്റെ റെക്കോർഡ്. ഇതിനുശേഷം 24,120 രൂപ കുറഞ്ഞു. ഗ്രാമിന് 16,395 രൂപ എന്ന റെക്കോർഡിൽ നിന്ന് കുറഞ്ഞത് 3,015 രൂപയാണ്. ഇറാനെതിരെ US ഇസ്രായേലി സഖ്യം ആക്രമണം തുടങ്ങിയത് ഫെബ്രുവരി അവസാനമാണ്. ഇതിനുശേഷം മാർച്ചിൽ ഇതുവരെ പവന് 16,680 രൂപ കുറഞ്ഞു. ഗ്രാമിന് കുറഞ്ഞത് 2,085 രൂപയാണ്. യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര എണ്ണവില കൂടുന്നതാണ് സ്വർണ്ണവിലയെ പ്രധാനമായും ബാധിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ ലോകരാജ്യങ്ങളിലാകെ പണപ്പെരുപ്പ പേടി ശക്തമായി. പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ പലിശ നിരക്ക് കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര ബാങ്കുകൾ. അടിസ്ഥാന പലിശ നിരക്ക് ഉയർന്നാൽ US ഡോളർ, കടപ്പത്രത്തിലെ നിക്ഷേപ നേട്ടം, ബാങ്ക് നിക്ഷേപ പലിശ എന്നിവ ഉയരും. ഇത് ഗോൾഡ് ETF, സിൽവർ ETF എന്നിവയെ അനാകർഷകമാക്കും. ഡോളറിലാണ് രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം. ഡോളർ കരുത്താർജിക്കുമ്പോൾ സ്വർണം വാങ്ങുന്നത് ബുദ്ധിമുട്ടേറിയതാകും. ഇത് ഡിമാൻഡിനെ ബാധിക്കുമെന്നതും വിലയെ സ്വാധീനിക്കുന്നു. ന്യൂസ് ഡെസ്ക്. കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാർ മണ്ഡല പര്യടനം ആരംഭിച്ചു. തൃക്കോവിൽവട്ടം, നെടുമ്പന പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ഗൃഹസന്ദർശനം നടത്തി. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാറിന്റെ മണ്ഡല പര്യടനമാണ് ആരംഭിച്ചത്. തൃക്കോവിൽവട്ടം, നെടുമ്പന ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം ഗൃഹസന്ദർശനം നടത്തി. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ മുഖത്തല, കല്ലുവെട്ടാങ്കുഴി, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, പഞ്ചായത്ത് ഓഫീസ്, കിഴവൂർ, ഡീസന്റ് മുക്ക, മൈലാപ്പൂർ, നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ കവലയിൽ മുക്ക, നല്ലില, പള്ളിവേട്ടക്കാവ്, കിഴങ്ങുവിള ജംഗ്ഷൻ, മുട്ടക്കാവ്, കണ്ണനല്ലൂർ തുടങ്ങിയിടങ്ങളിലായിരുന്നു LDF സ്ഥാനാർത്ഥി SL സജികുമാറിന്റെ ഗൃഹസന്ദർശനം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുണ്ടറയിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. PC വിഷ്ണുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഓഫീസ് ആരംഭിച്ചത്. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും UDF പരാജയപ്പെട്ടിട്ടുള്ളപ്പോഴാണ് ഇവിടെ ഇടതുമുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കൊല്ലം ഉൾപ്പെടെ നമ്മുടെ ദക്ഷിണ കേരളത്തിലെ ബഹുഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും UDF ഇടതുമുന്നണിയെ തൂത്തെറിഞ്ഞുകൊണ്ട് വിജയിക്കുമോ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് 100 സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്ന് ആഹ്വാനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ, KPCC സെക്രട്ടറി LK ശ്രീദേവി, DCC ജനറൽ സെക്രട്ടറിമാരായ KRV സഹജൻ, പാണ്ഡവപുരം രഘു, K ബാബുരാജൻ, ആന്റണി ജോസ്, UDF കുണ്ടറ നിയോജക മണ്ഡലം കൺവീനർ വേണുഗോപാൽ, ബ്ലോക്ക് പ്രസിഡന്റ് രാജു D പണിക്കർ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുളത്തൂർ രവി, ഫിറോസ് ഷാ സമദ്, സാം വർഗീസ്, സിന്ധു ഗോപൻ, G വിനോദ് കുമാർ, മധുലാൽ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. കാരണമറിയാതെ പ്രദേശവാസികൾ. പത്തനാപുരം കറവൂരിലാണ് മ്ലാവിനെ ചത്ത നിലയിൽ കണ്ടത്. കുളമ്പ് രോഗമാണോ എന്ന സംശയവുമുണ്ട്. ചൂടിന്റെ കാഠിന്യവും മൃഗങ്ങൾ ചാവാൻ കാരണമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കറവൂർ കാരിക്കുഴി റോഡിൽ മാസ്റ്റർപടി റോഡ് സൈഡിൽ തെക്കേപ്പുറത്ത് വീട്ടിൽ സാംകുട്ടിയുടെ റബ്ബർ തോട്ടത്തിലാണ് മ്ലാവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മ്ലാവിനെ കൂടാതെ പന്നി ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടുമ്പുറത്ത് ചത്തുകിടക്കുന്ന സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കറവൂർ കാരിക്കുഴി റോഡിൽ
നമ്മുടെ കുന്നുംപുറത്തോട്ട് പോകുന്ന വഴിയിൽ തെക്കേപ്പുറം മാസ്റ്റർപടി റോഡിൽ ഒരു പ്ലാവ് റോഡരികിൽ ചത്തു കിടക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സഹോദരൻ്റെ വസ്തുവാണ്. ആ വസ്തു റബ്ബറിനകത്താണ് ഈ പ്ലാവ് ചത്തു കിടക്കുന്നത്. ഈ ഇതുപോലുള്ള രോഗങ്ങൾ, കുളമ്പ് രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച് പ്ലാവും പന്നിയും ഉൾപ്പെടെ നാട്ടും പ്രദേശത്ത് വന്ന് ചാവുന്ന ഒരവസ്ഥ നമ്മൾ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നു. പ്ലാവിനൊക്കെ ഒരുപാട് രോഗങ്ങൾ വന്ന് ചാവുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള കന്നുകാലികൾക്ക് കൂടി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു രീതിയാണ്. അത് മാറുവാൻ വേണ്ടുന്ന നടപടി സർക്കാരും അതിനു വേണ്ടുന്ന ഉദ്യോഗസ്ഥരും എടുക്കണം. കുളമ്പ് രോഗമാണോ ഇവയുടെ മരണ കാരണമെന്നും സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രദേശത്തെ കന്നുകാലികളിലേക്കും രോഗം പടരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. കാടിനുള്ളിൽ ആഹാരവും ജലവും ലഭ്യമല്ലാത്തതിനാൽ പലപ്പോഴും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് തന്നെ അറിയാം, ഇന്ന് ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള കന്നുകാലികൾ കുളമ്പ് രോഗം വന്ന് ചാവാൻ ഇടയാവുന്നതിന് ഉള്ള പ്രധാന കാരണം ഇതുപോലുള്ള മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ കടന്നു വരുന്നത് മൂലമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കുവാൻ കാട്ടുതീ പോലുള്ള തീകൾ പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാരം കഴിച്ച് ഒക്കെ മൃഗങ്ങൾ ഈ രോഗങ്ങൾ മാറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ആ കാട്ടുതീ ഇല്ലാത്തത് കാരണം ഒരുപാട് വിഷയങ്ങൾ കടന്നു വരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് സീറ്റ് നൽകാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥിയായി നൌഷാദ് യൂനിസ് കുഞ്ഞിനെ ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചു. ഇതേ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 ടേമുകളിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗ് വൻ പരാജയം നേരിട്ട സാഹചര്യത്തിലാണ് പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന് തിരികെ നൽകുകയും ചടയമംഗലം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു ധാരണ. ഈ ധാരണ പ്രകാരം കോൺഗ്രസ് പുനലൂരിൽ മത്സരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ സീറ്റ് ധാരണയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെയും അവസാന ഘട്ടത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ പുനലൂർ മണ്ഡലത്തെ കോൺഗ്രസ് നേതൃത്വം തഴയുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പുനലൂർ അഞ്ചൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയും പുനലൂർ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പുനലൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നെൽസൺ സെബാസ്റ്റ്യനും പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിലെ പ്രവർത്തകരും പുനലൂരിൽ വോട്ട് അഭ്യർത്ഥിച്ച് പ്രകടനം നടത്തി. ജനപ്രിയൻ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മപദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമായ ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം ഈ നാട്ടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രീയ നേതാവ്, വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മപദങ്ങളിൽ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെയായി കടന്നു വരുന്നു. നെൽസൺ സെബാസ്റ്റ്യൻ തന്റെ സഹപ്രവർത്തകരുമായി നിങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാത്ത പ്രിയങ്കരനായ ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും യാതൊരു കാരണവശാലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറില്ലെന്നും നെൽസൺ സെബാസ്റ്റ്യൻ പറഞ്ഞു. കോൺഗ്രസ് നേരെ വേറോട്ടുള്ള മണ്ഡലമാണ് പുനലൂർ. അത് ഘടകകക്ഷികൾ കൊടുത്തു. ഞാൻ ഘടകകക്ഷിയെല്ലാം മാനിക്കുന്നു. കൊടുത്തു, അവർക്ക് 2 വർഷം കൊടുത്തു. വലിയ പരാജയമല്ലേ ഉണ്ടായത്. NK പ്രേമചന്ദ്രൻ 11 വോട്ടിന് ഭൂരിപക്ഷം ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ കിട്ടി. നമ്മുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു, പുനലൂർ മണ്ഡലം ഇന്ന് ഒരാൾ മത്സരിക്കുന്നെങ്കിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. ആ വാക്ക് പാലിക്കണ്ടേ? ആ വാക്ക് പാലിക്കാത്തതിനാണ് ഞങ്ങൾ കോൺഗ്രസ് ഐക്യേണ്ടതെടുത്ത തീരുമാനം. പുനലൂർ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യേണ്ടതെടുത്ത തീരുമാനമാണ് ഒരാളെ മത്സരിപ്പിക്കാൻ. അത് ഞാനോ വേറൊരു വ്യക്തിയോ. ഇനി കോൺഗ്രസ് നേതൃത്വം പറയുന്ന നെൽസൺ സെബാസ്റ്റ്യൻ മാറി നിന്ന് വേറൊരു മത്സരം 2 വഴിയോടെ ഞങ്ങൾ സ്വീകരിച്ച് മത്സരിപ്പിക്കും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം പേര്, ഞാൻ വിവിധ സ്ഥാനാർത്ഥിയല്ല. എന്റെ ശരീരത്തോടുള്ള കോൺഗ്രസിന്റെ വ്യക്തമാണ്. ഞാൻ മരിക്കുമ്പോൾ ഒരു കോൺഗ്രസിന്റെ പതാകയാണ് വേണ്ടത്. ഞാൻ വിവിധനല്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടോ? ഞാൻ മത്സരിച്ചാൽ ഞാൻ വിവിധനാകും. ഞാൻ വിവിധനല്ല. ഇവിടെ വിമതമില്ല. ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി, കോൺഗ്രസ് പ്രവർത്തകർ, ഈ പ്രദേശം, ഈ നാട്ടിലെ, ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഐക്യേണ്ടത് തീരുമാനമെടുത്താണ് എന്നെ മത്സരിപ്പിക്കാൻ. അത് ഞാൻ നിറവേറ്റിയിരിക്കും.
നിലവിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി നൌഷാദ് യൂനിസ് കുഞ്ഞിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സി അജയപ്രസാദ് രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിച്ച സാഹചര്യത്തിൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കടുത്ത സമ്മർദ്ദത്തിലാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാഹനഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിൽ കാലതാമസം. കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുനലൂർ ചെമ്മന്തൂർ നരിക്കൽ പാതയിലാണ് 5 ആഴ്ചയായി ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിലെ കാലതാമസമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് വൈകാൻ കാരണം. കലുങ്ക് പുനർനിർമ്മാണവും ഇതര റോഡ് നിർമ്മാണങ്ങളും വൈകിയാൽ പുനലൂർ ചെമ്മന്തൂർ നരിക്കൽ പാതയിൽ നിലച്ചിരിക്കുന്ന വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കൂടുതൽ കാലതാമസം വേണ്ടിവരുമെന്ന് ആശങ്ക. 5 ആഴ്ച മുമ്പാണ് ഗതാഗതം നിരോധിച്ചുകൊണ്ട് കുതിരച്ചിറ ഭാഗത്തെ വലിയ കലുങ്ക് നിർമ്മാണം ആരംഭിച്ചത്. കലുങ്കിന്റെ നിർമ്മാണം വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മതിയായ വേഗതയില്ല. കഴിഞ്ഞ 5 ആഴ്ചയായി പുനലൂരിൽ നിന്ന് നരിക്കൽ ഭാഗത്തേക്ക് കുതിരച്ചിറ വഴിയുള്ള വലിയ വാഹനങ്ങളുടെ സഞ്ചാരം നിലച്ചിരിക്കുകയാണ്. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ചരക്ക് വാഹനങ്ങളും ഇതുവഴി പോകുന്നില്ല. ഇതുമൂലം ഉൾനാടൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. നിലവിൽ ബൈക്കുകളും കാറുകളും പോകുന്നതിനുള്ള ബദൽ സംവിധാനം മാത്രമാണുള്ളത്. പുനലൂർ നഗരസഭയെയും കരവാളൂർ, അഞ്ചൽ, ഇടമുളയ്ക്കൽ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന ചെമ്മന്തൂർ നരിക്കൽ റോഡിലാണ് കുതിരച്ചിറ കലുങ്ക് നിർമ്മാണം. ഈ പാതയുടെ പുനർനിർമ്മാണം കഴിഞ്ഞ 1 വർഷമായി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കുതിരച്ചിറയിൽ 3/4 നൂറ്റാണ്ടോളം പഴക്കമുള്ള കലുങ്ക് പുനർനിർമ്മിക്കേണ്ടി വരുന്നത്. ഇവിടെ നിലവിലെ കലുങ്ക് കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റി. അടിഭാഗത്ത് ചെളിയുള്ള ഭാഗമായതിനാൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മാത്രമേ ഇതുവഴി ജപ്പാൻ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് കടന്നുപോകുന്നുണ്ട്. അതിനാൽ ഈ പൈപ്പ് മാറ്റി സ്ഥാപിച്ചു. 1.5 മാസത്തിനുള്ളിൽ പണികൾ തീർക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ടവർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ നടക്കും. 27-ന് പതാക കൊടിമര ജാഥകൾ ആരംഭിക്കും. 28-ന് സാംസ്കാരിക ഘോഷയാത്രയും 29, 30 തീയതികളിൽ പൊതുസമ്മേളനവും നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനമാണ് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കുന്നത്. 26-ന് സെമിനാറുകളോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. 27-ന് തൃശൂരിൽ നിന്നും പതാക ജാഥയും കണ്ണൂരിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിക്കും. 28-ന് സാംസ്കാരിക ഘോഷയാത്ര നടക്കും. ലിങ്ക് റോഡിൽ നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. തുടർന്ന് പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും. 29, 30 തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം. ന്യൂസ് ഡെസ്ക്. LDF സ്ഥാനാർത്ഥി സി അജയപ്രസാദിന്റെ മണ്ഡലം പര്യടനം ആഘോഷമാക്കി പ്രവർത്തകർ. 21-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സി അജയപ്രസാദിന്റെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പര്യടനം ആഘോഷമാക്കി പ്രവർത്തകർ. വ്യാഴാഴ്ച രാവിലെ ചോഴിയക്കോട് നിന്ന് ആരംഭിച്ച പര്യടനം ഭാരതിപുരത്ത് സമാപിച്ചു. 21-ന് മുൻപായി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സി അജയപ്രസാദ് ശ്രമിക്കുന്നത്. 21-ന് രാവിലെ 11 മണിക്ക് നോമിനേഷൻ സമർപ്പിക്കും. ടൗൺ ചുറ്റി പ്രകടനമായി പുനലൂർ RDOയ്ക്ക് മുന്നിലാകും പത്രികാ സമർപ്പണം. സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ട പ്രചരണ പരിപാടികൾ അറിയിക്കുന്നതിനായി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. ആകെ ഈ മണ്ഡലത്തിൽ 220 ബൂത്തുകളാണുള്ളത്. ആ 220 ബൂത്തുകൾ 20 മേഖലാ കമ്മിറ്റികളായി തിരിച്ചാണ് ആ ബൂത്തുകളുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. 20 മേഖലാ കമ്മിറ്റികളും രൂപീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വില്ലേജ് അടിസ്ഥാനത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൺവെൻഷനുകൾ 26-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാകും. 29-ാം തീയതിക്കകം 220 ബൂത്ത് കൺവെൻഷനുകളും പൂർത്തിയാകും. വളരെ ചിട്ടയോടുകൂടിയുള്ള ഏറ്റവും താഴെ തട്ടിൽ ജനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സുസംഘടിതമായ തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. 21-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്നും വോട്ടർമാരുടെയും പ്രവർത്തകരുടെയും എല്ലാം സാന്നിധ്യത്തിൽ പ്രകടനമായി RDO ഓഫീസിലേക്ക് പോയി പുനലൂർ RDO മുമ്പാകെ, നമ്മുടെ ഭരണാധികാരി മുമ്പാകെ പത്രികാ സമർപ്പണം നടത്തും. അത് 21-ാം തീയതിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന അതേ ദിവസം രാവിലെയാണ്. ആ ദിവസം തന്നെ രാവിലെ ഈ കൃഷ്ണപിള്ള സ്മാരക മന്ദിരമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കേന്ദ്ര ഓഫീസായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സജ്ജീകരിക്കും.
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും 21-ാം തീയതി രാവിലെ 10:30 CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കൺവീനറുമായ സഖാവ് PS സുബാൽ MLA നിർവഹിക്കും. ആ ഉദ്ഘാടന പരിപാടിക്ക് ശേഷമാണ് 10:30 പ്രകടനമായി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് വേണ്ടി RDO ഓഫീസിലേക്ക് പോകുന്നത്. LDF പുനലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ലിജു ജമാൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു പണിക്കർ, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പെരുന്നാളിന് പത്തിരി കിട്ടിയില്ല. കായംകുളത്ത് കടയിൽ നാടകീയ രംഗങ്ങൾ. നിർമ്മാണ യൂണിറ്റിലെ പാചകവാതകം തീർന്നുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് ഉടമകൾ നൽകുന്ന വിശദീകരണം. മുൻകൂട്ടി ഓർഡർ സ്വീകരിക്കുകയും അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിട്ടും കൃത്യമായി പത്തിരി നൽകാൻ കഴിയാതിരുന്നതാണ് തർക്കത്തിനും ബഹളത്തിനും കാരണമായത്. കായംകുളം മുക്കവലിയിലുള്ള റോയൽ പത്തിരി നിർമ്മാണ യൂണിറ്റിലാണ് ഉപഭോക്താക്കൾ പ്രതിഷേധവുമായി എത്തിയത്. പെരുന്നാളിനോടനുബന്ധിച്ച് മുൻകൂട്ടി ഓർഡർ ചെയ്ത പത്തിരികൾ കൃത്യസമയത്ത് ലഭിക്കാത്തതാണ് വലിയ ഉന്തിനും തള്ളിനും തർക്കത്തിനും കാരണമായത്. നിർമ്മാണ യൂണിറ്റിലെ പാചകവാതകം തീർന്നുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ഉടമകൾ പറയുന്നു. ഇതോടെ നൂറുകണക്കിന് ആളുകൾ ബുക്ക് ചെയ്ത പത്തിരികൾ കൃത്യസമയത്ത് നൽകാൻ യൂണിറ്റിന് സാധിച്ചില്ല. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും പത്തിരി വാങ്ങാനെത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും നിരാശരായതോടെയാണ് പ്രതിഷേധമുയർന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. അലുവ അതുൽ കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ. നീണ്ടകര സ്വദേശി അൻഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കാവശ്യമായ സഹായം ചെയ്തു നൽകിയത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഗുണ്ട നേതാവ് അലുവ അതുൽ കൊലക്കേസിലെ ഒരു പ്രതി കൂടിയാണ് പിടിയിലായത്. നീണ്ടകര പുത്തൻതുറ മുക്കോടിക്കിഴക്കതിൽ 30-കാരനായ അൻഷാദാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കൊലപാതക കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്തു നൽകുകയും ചെയ്തയാളാണ് അൻഷാദെന്ന് പോലീസ് പറഞ്ഞു. അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാറിൽ രക്ഷപ്പെട്ട ശേഷം ചവറയിൽ വെച്ച KL 29L4514 നമ്പർ സ്വിഫ്റ്റ് കാറിലേക്ക് മാറിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പ്രതികൾക്ക് ചവറയിൽ വെച്ച് കാർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകിയത് അൻഷാദാണെന്ന് പോലീസ് പറഞ്ഞു. കുറ്റകൃത്യത്തിന് മുമ്പും പ്രതികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു നൽകിയതും ഗൂഢാലോചനയിലും അൻഷാദ് പങ്കാളിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. അതുലിനെ കൊലപ്പെടുത്തിയ ശേഷം ചവറയിലെത്തിയ കേസിലെ 4 പ്രതികളെ അൻഷാദ് ചവറയിൽ നിന്നും കാറിൽ കയറ്റി കോട്ടയം മുരുക്കുംവയലിൽ എത്തിച്ചിരുന്നു. മുരുക്കുംവയലിൽ പോലീസ് എത്തിയതോടെ അൻഷാദ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. സംഭവശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C ജോണിന്റെ മേൽനോട്ടത്തിൽ SHO പ്രവീണിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി പോലീസും കൊല്ലം സിറ്റി ഡാൻസ് സ്റ്റാഫും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കൊല്ലത്ത് റോഡ് ഷോ നടത്തി. ഡോക്ടർ പ്രതാപ് കുമാറാണ് NDA സ്ഥാനാർത്ഥി. മുളങ്കാടകം ക്ഷേത്ര മൈതാനത്ത് നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചാണ് കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപ് കുമാർ റോഡ് ഷോ നടത്തിയത്. മുളങ്കാടകം ക്ഷേത്ര മൈതാനിയിൽ നിന്നുമായിരുന്നു റോഡ് ഷോ. തുറന്ന വാഹനത്തിലായിരുന്നു സ്ഥാനാർത്ഥിയും നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തത്. പൂച്ചെണ്ടുകൾ നൽകിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്രവർത്തകർ റോഡ് ഷോയുടെ ആവേശമായി മാറി. അഞ്ചുകല്ലുമൂട് തങ്കശ്ശേരി തീരദേശ റോഡ് വഴി അമ്മച്ചിമൂട് ഹൈസ്കൂൾ മുക്ക് കടവൂർ അഞ്ചാലുമൂട് പാനയം എന്നീ സ്ഥലങ്ങളിലൂടെ റോഡ് ഷോ സഞ്ചരിച്ച് ചിന്നക്കടയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്തു നിന്നും കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കല്ലുവാതുക്കൽ സ്വദേശി അരുണനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 16.205 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെയും ഭാഗമായി കൊല്ലം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 16.205 കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത്. കാവനാട് ആൽത്തറമൂട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കൊല്ലം കല്ലുവാതുക്കൽ നടക്കൽ ദേശത്ത് അരുണാലയം വീട്ടിൽ 37-കാരനായ അരുണനെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവിന്റെ മൊത്തവിതരണ കണ്ണികളിൽ അംഗമാണ് ഇയാളെന്ന് എക്സൈസ് പറഞ്ഞു. കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ P ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്പെഷ്യൽ ഷാഡോ ടീം അംഗങ്ങളായ CEO S സാലിം,
TS സൂരജ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഷെഫീഖ് ബി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് S ബിനുലാൽ, S അനിൽകുമാർ, CEO ഡ്രൈവർ സന്തോഷ് കുമാർ ജി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപിനെയാണ് ശിക്ഷിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂട്ടർ. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് അറസ്റ്റിൽ. അഞ്ചൽ ഏരൂരിലാണ് സംഭവം. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 2200 രൂപ കുറഞ്ഞ് 1,07,040 രൂപയായി. ഗ്രാമിന് 275 രൂപയുടെ കുറവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.